എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി സ്പർശ് എന്ന ബുക്കിലെ 12th ചാപ്റ്ററായ തന്താര വാമിരോ കഥയുടെ ഭാഷാ അധ്യയൻ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. NCERT സൈറ്റിലുള്ള സെയിം തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് പറയണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡയറി കാ ഏക് പന്ന എന്ന ചാപ്റ്ററിൽ നമ്മൾ വാക്യ രചന കി ദൃഷ്ടി സെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് രചന കി ദൃഷ്ടി സെ, രചന ബേസ് ചെയ്തിട്ട് വാക്യം 3 തരത്തിലാണ്: സരളവാക്യ, സംയുക്ത വാക്യ, മിശ്രവാക്യ എന്ന് പറയും. നമുക്ക് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? വേറെ 8 തരത്തിലുള്ള അർത്ഥ കി ദൃഷ്ടി സെ, അർത്ഥത്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ സെൻറ്റൻസ് എങ്ങനെയുള്ള അർത്ഥമുള്ളതാണോ, ഏതർത്ഥത്തിൽ വരുന്നതാണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമുക്ക് 8 തരത്തിലുള്ള വാക്യങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി 9th പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സസൈസാണ് നോക്കാം. നിമ്നലിഖിത് വാക്യോं के सामने दिए कोष्टक में टिक കൊടുത്തിട്ടുണ്ട്. ചിഹ്ന लगाकर बताएं कि यह वाक्य किस प्रकार का है. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നമുക്ക് ടിക്ക് ചെയ്താൽ പറഞ്ഞിരിക്കുകയാണ് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിക്കോബാരി ഉസെ ബെഹദ് പ്രേം കർത്തേ തേ, നിക്കോബാരി അവനെ കുറേ സ്നേഹിച്ചിരുന്നു. ബേഹദ് എന്ന് വെച്ചാൽ കുറേ അധികം, പ്രേം കർത്തയത്തെ സ്നേഹിച്ചിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അനുസരിച്ചിട്ട് നമുക്ക് അതിവിടെ വിധാനവാചക് ആണ് വരിക. വിധാനവാചക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെറും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ. ഇപ്പോൾ എന്തെങ്കിലും പറയാം. ഇപ്പം ഉസ്നെ ഖാന ഖായ, അല്ലെന്നുണ്ടെങ്കിൽ മേ യഹാ ഗയി, അല്ലെങ്കിൽ വഹ യഹാ ആയി, മേ ഖാന ഖാത്തി ഹൂം ബച്ചാ റോത്താ ഹേ, എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളത്. മേ കൽ പഹുഞ്ച് ഗയി, അല്ലെങ്കിൽ സൂര്യപൂർവ് മേ നിക്കൽത്താ ഹേ, രാഹുലിനെ ഖാന ഖാലിയ, എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ, അതിനെയാണ് നമ്മൾ വിധാനവാചക് എന്ന് പറയുക. കിസി ക്രിയ അല്ലെങ്കിൽ കിസി കാം ഹോനെ കാ യാ കിസി കാം ഹോനെ കാ അസ്തിത്വ കാ ബോധ് ഹോ എന്ന് പറയാം. നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു എന്ന് സിമ്പിളായിട്ട് കാണിക്കുക. അതാണ് വിധാനവാചക് എന്ന് പറയുന്നത്. പറഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻ ഫോം ആയിരിക്കരുത്, പിന്നെ ഓർഡർ റിക്വസ്റ്റ് ഒന്നും ആയിരിക്കരുത്, പിന്നെ ഒരു എക്സ്ക്ലമേഷൻ ടൈപ്പ് ആയിരിക്കരുത്, നെഗറ്റീവും ആയിരിക്കരുത്. അപ്പോൾ ഇങ്ങനത്തുള്ളതിനെയാണ് നമ്മൾ വിധാനവാചക് എന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ പ്രശ്നവാചക്, വിധാനവാചക്, നിഷേധാത്മക്, വിസ്മയാദിബോധക് തന്നിട്ടുണ്ട്. പ്രശ്നം ഇതൊരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ നമുക്ക് നിഷേധിക്കുക, ഇല്ല എന്ന് പറയുക അല്ല. വിസ്മയാദിബോധക്, നമുക്കിവിടെ എക്സ്ക്ലമേഷൻ ഒന്നും ഇവിടെ ഇല്ല, നമുക്ക് അത്ഭുതകരമായിട്ടൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഇതേതാണ് വിധാനവാചകാണ്. അടുത്തത് തുമ്നെ യക്കായക് ഇത്തന മധുർ ഗാന അധൂര ക്യൂ ചോട് ദിയ, നിങ്ങൾ ഇത്ര പെട്ടെന്ന്, യക്കായക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഇത്ര മധുരമായിട്ടുള്ള പാട്ട് എങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് വിട്ടത്, ഇങ്ങനെ പാതി പാടി വിട്ടത്. അപ്പോൾ വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്, അത് ക്വസ്റ്റ്യനും ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് പ്രശ്നവാചകാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഫോമിലാണത്. ബാക്കി വിധാനവാചകം, നിഷേധാത്മകം, വിസ്മയാദിബോധക്കും ഒന്നുമല്ല. അടുത്തത് വാമീരോ കി മാ ക്രോധ് മേക് ഉഫൻ ഉഠി, വാമീരോവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ജ്വലിച്ചു, ഭയങ്കര ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ദേഷ്യം കൊണ്ട് വിറച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെന്താണ്? പ്രശ്നവാചക്, വിധാനവാചക്, നിഷേധാത്മക്, വിസ്മയാദിബോധം. ഇതിൽ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതും എന്താണ്? സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ആരുടെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കണില്ല, അല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, ഓർഡർ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് യാതൊരു അത്ഭുതകരമായിട്ടുള്ള എക്സ്ക്ലമേഷനും ഇല്ല ഇതിൽ. അപ്പോൾ ഇതെന്താണ്? ഇതും നമുക്ക് വിധാനവാചക് ആണ്. അടുത്തത് ക്യാ തുമേ ഗാവ് കാ നിയം നഹി മാലൂം, നിനക്ക് ഗ്രാമത്തിൻ്റെ നിയമങ്ങൾ അറിയില്ലേ എന്താ? അപ്പോൾ അതും എന്താണ്? നമുക്ക് ചോദിക്കണത്. അപ്പോൾ അതും പ്രശ്നവാചക് തന്നെയാണ്. വഹ കിത്തന സുന്ദർ നാം ഹേ, വഹ എത്ര സുന്ദരമായിട്ടുള്ള പേരാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എക്സ്ക്ലമേഷൻ, ആ ചിഹ്നവും അവിടെ ഉണ്ടാവും, എക്സ്ക്ലമേറ്ററി മാർക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് വിസ്മയാദിബോധക്കാണ്. അടുത്തത് മേ തുമാരാ രാസ്ത ചോട് ദൂങ്ക, ഞാൻ നിൻ്റെ വഴി അങ്ങോട്ട് വിട്ടുതരികയാണ്. അപ്പോൾ അതെന്താണ്? അതും ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ക്വസ്റ്റ്യനും പിന്നെ വിസ്മയാദിബോധക്കും ഒന്നുമല്ല, നിഷേധിക്കനും ഒന്നുമില്ല, ഞാൻ തരില്ല വരില്ല എന്നൊന്നും അല്ല പറയണത്. നിഷേധാത്മക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിഷേധിക്കുക, ഇല്ല എന്ന് പറയുക. അപ്പോൾ ഇതൊരു സിമ്പിളാണ്, നിൻ്റെ വഴി വിട്ടു തരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും വിധാനവാചകാണ്. അടുത്തത് നിമ്നലിഖിത് മുഹാവരോं का अपने वाक्यों में प्रयोग कीजिए, താഴെക്കുറിച്ച് മുഹാവരകൾ അഥവാ ഈഡിയംസ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം. ആദ്യത്തെ സുധുബുധ് ഖോന, ഖോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുക, സുധുബുധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോധം അഥവാ ചേതന എന്നൊക്കെ പറയാം. ഹോഷ് ഖോന എന്ന് പറയാം, ബോധം നഷ്ടപ്പെടുക. അതിൻ്റെ അർത്ഥം നമ്മൾ ബോധം നഷ്ടപ്പെട്ട അബോധാവസ്ഥയിലാകുക എന്നല്ല, നമ്മളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് പോകുക, നമ്മൾ വേറെ എന്തിലെങ്കിലും വളരെ കൂടുതലായിട്ട് മുഴുകുക, ലയിക്കുക, അതാണ്. അല്ലാണ്ട് നമ്മുടെ ബോധം പോകുകയല്ല.
അപ്പോൾ ലതാ മങ്കേഷ്കർ കാ മധുർ ഗീത് സുൻകർ കുച്ച് ശ്രോത അപ്നി സുദ്ബുദ് ഖോ ബൈഠെ. ലതാ മങ്കേഷ്കറിൻ്റെ മധുരമായിട്ടുള്ള ഗാനം കേട്ടിട്ട് കുറച്ച് ശ്രോതാക്കളെ കേൾക്കുന്നവർ അവരുടെ സുദ്ബുദ് ഖോ ബൈഠെ പറഞ്ഞാൽ അവരുടെ ബോധം നഷ്ടപ്പെട്ടു. അതിൻ്റെ അർത്ഥം അവരുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് പോയി, അവർ അതിൽ ലയിച്ചു പോയി എന്നർത്ഥം. ബാട്ട് ജോഹന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തിസാർ കർണ അഥവാ പ്രതീക്ഷ കർണ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, വെയിറ്റ് ചെയ്യുക ആരെങ്കിലും. घर लौटने में देर होने पर സുമൻ മേരി ബാണ്ട് ജോഹനെ ലഗ്തി ഹെ. വീട്ടിൽ തിരിച്ചെത്താൻ നേരം വൈകിയപ്പോൾ സുമൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അടുത്തത് ഖുഷി കാ ടിക്കാന ന റഹ. ടിക്കാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ആവുക, ഭയം അല്ലാന്നുണ്ടെങ്കിൽ അതിര് എന്നൊക്കെ പറയാം, ഒരു ലിമിറ്റ്. അപ്പോൾ ആ ഖുഷി, സന്തോഷത്തിനൊരു ലിമിറ്റില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് വളരെയധികം സന്തോഷപ്പെടുക, ബഹോത് ജ്യാദ ഖുഷോന, അത്യധിക് ഖുഷോന എന്ന് പറയാം. സന്തോഷത്തിന് അതിരില്ല എന്ന് പറയാം. ബേട്ടേക്ക് IAS ബന്നെ പർ മാ ബാപ് കി ഖുഷി കാ ടിക്കാന ന റഹ. മകൻ IAS ആയ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആഗ് ബബൂല ഹോന എന്ന് വെച്ചാൽ വളരെയധികം ദേഷ്യപ്പെടുക, ബഹുത് നാരാജ് ഹോന അല്ലെങ്കിൽ അത്യധിക് ക്രോധിത് ഹോന. रिक्शे वाले द्वारा किराया मांगते ही पुलिस वाला आग बबूला हो गया. റിക്ഷക്കാരൻ അവൻ്റെ പൈസ തരാൻ പറഞ്ഞ സമയത്ത് പോലീസ് വളരെയധികം ദേഷ്യപ്പെട്ടു. ആവാജ് ഉഠാന എന്ന് വെച്ചാൽ ശബ്ദം ഉയർത്തുക, അതിൻ്റെ അർത്ഥം ദേഷ്യപ്പെടുക, ശബ്ദം ഉയർത്തി സംസാരിക്കുക, അത്രേ ഉള്ളൂ. ആവാജ് ഉഠായെ ബിനാ കബി അധികാർ നഹി മിൽത്തെ. ശബ്ദം ഉയർത്താതെ അധികാരം ഒരിക്കലും കിട്ടില്ല. അതിൽ നെക്സ്റ്റ് അധികാരം കഴിഞ്ഞിട്ട് നഹി മിൽത്തെ എന്നാണ് കേട്ടോ, അത് വന്നിട്ടില്ല. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ ശബ്ദോ മേ സെ മൂൽ ശബ്ദ ഓർ പ്രത്യയ് അലഗ് കർക്കെ ലിഖിയേ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ മൂലശബ്ദ് വേറെ അതിൻ്റെ പ്രത്യയ് വേറെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യയ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പ്രഫിക്സും സഫിക്സും പറയില്ലേ, ഉപസർഗം പ്രത്യയം. പ്രത്യയം എന്ന് വെച്ചാൽ വാക്കുകളുടെ അവസാനം കൂട്ടിച്ചേർക്കുന്നതാണ് പ്രത്യയം. അപ്പോൾ നമ്മളത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഏകദേശം ഒരേപോലെ മീനിങ് വരും, ചിലപ്പോൾ അതിൻ്റെ മാറിപ്പോകും മീനിങ്. അപ്പം വാക്കുകൾ കൊടുത്തിരിക്കുന്നത് ചർച്ചിത്ത്. അപ്പം അതിൻ്റെ മൂലശബ്ദം എന്താണ്, ചർച്ച. പ്രത്യയ് ഇത്ത്. അപ്പോൾ ചർച്ച പ്ലസ് ഇത്ത് ചർച്ചിത്ത്. അപ്പോൾ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഈൻ്റെ മാത്ര വരും, പിന്നെ വേറെ വേറെ ആക്കുന്ന സമയത്ത് ഈ വേറെ വരും. സാഹസിക്, സാഹസ് പ്ലസ് ഇക്ക്, സാഹസിക്. അടുത്തത് ചട്പട്ടാഹട്ട്, ചട്പട്ട് പ്ലസ് ആഹട്ട്. വെറും ഹട്ട് എന്നല്ല വരിക, പ്രത്യയം വരുന്ന സമയത്ത് ഇതിൻ്റെ ശ്രദ്ധിക്കണം, ആഹട്ട്. അടുത്തത് ശബ്ദഹീന്, ശബ്ദ പ്ലസ് ഹീന്, ശബ്ദഹീന്. അപ്പോൾ ശബ്ദം ഹീൻ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായി മാറും, അതിൻ്റെ അർത്ഥം മാറും. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ ശബ്ദോ മേ ഉചിത് ഉപസർഗ് ലഗാക്കർ ശബ്ദ് ബനായിയെ. പ്രത്യയം നമ്മൾ പഠിച്ചു, ഇനി ഉപസർഗ്. അപ്പോൾ സഫിക്സ് കഴിഞ്ഞു, ഇതിനി പ്രിഫിക്സ്. നമുക്ക് വാക്കുകളുടെ ആദ്യം കൂട്ടിച്ചേർക്കേണ്ടത് അതാണ് ഉപസർഗ് എന്ന് പറയുന്നത്. പ്രത്യയം നമ്മൾ ലാസ്റ്റ് ചേർത്തു. അപ്പോൾ ആകർഷക് ആദ്യത്തെ വേർഡ് തന്നിരിക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ അൻ എന്ന് ചേർത്തു, അപ്പോൾ അനാകർഷക് എന്നായി. ഇതിൽ ഏകദേശവും അതിൻ്റെ വിപരീതമായിരിക്കും നമുക്ക് കിട്ടുക, ഇത് ഉപസർഗ് കൂട്ടിച്ചേർക്കുന്ന സമയത്ത്. ഏകദേശം കേട്ടോ, എല്ലാ കേസിലും അല്ല പറയുന്നത്, ചിലതിലാവണമെന്നില്ല. അപ്പോൾ ആകർഷക് എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് ആയിട്ടില്ല, ആകർഷകമായിട്ടില്ല. അൻ എന്ന് വരുന്ന സമയത്ത് അനാകർഷക് എന്നായി. അതിൽ അൻ നായിന് ആയിൻ്റെ മാത്ര വന്നു, ആ എന്നുള്ളത് മാറി, അനാകർഷക്. അടുത്തത് അത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്, ആകർഷകം അനാകർഷകം. അടുത്തത് ഗ്യാത്. ഗ്യാത് എന്ന് വെച്ചാൽ അറിവുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അറിഞ്ഞ ആൾ, അറിയുന്നവർ എന്ന് പറയാം, അറിഞ്ഞത്. അതിന് ആന്ന് ചേർത്തി, അതിൻ്റെ ഉപസർഗ് ആന്ന് ചേർത്തിയ സമയത്ത് അഗ്യാത്, അഗ്യാത് അറിയാത്തത് എന്നായി മാറി, അതിൻ്റെ ഓപ്പോസിറ്റായി മാറി നേരെ, ഗ്യാത് അഗ്യാത്. നെക്സ്റ്റ് കോമൾ. കോമൾ എന്നുള്ളതിൽ സൂന്ന് ചേർത്ത സമയത്ത് സുകോമൾ. അതിൻ്റെ അർത്ഥം നമുക്ക് മാറ്റം വരുന്നില്ല, കോമൾ കോമളമായിട്ടുള്ളത്, സുകോമൾ എന്ന് പറയുമ്പോൾ ഇനിയും കൂടി കോമളമായിട്ടുള്ളത് എന്നേ വരുന്നുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നും ആവുന്നില്ല. അടുത്തത് ഹോഷ്. ഹോഷ് ബേഹോഷ്. ബേ എന്ന് ചേർത്തിയ സമയത്ത് ബേ പ്ലസ് ഹോഷ്, ബേഹോഷ്. ഹോഷ് എന്ന് വെച്ചാൽ ബോധം, കോൺഷ്യസ്. ബേഹോഷ് എന്ന് വെച്ചാൽ അൺകോൺഷ്യസ്, അബോധാവസ്ഥ, നേരെ ഓപ്പോസിറ്റായി. നമുക്ക് ബേ വെച്ചിട്ട് ഒരുപാട് വാക്കുകൾ ഏകദേശം എല്ലാം നമുക്ക് ഓപ്പോസിറ്റ് തന്നെയാണ് കിട്ടുക. അപ്പം ഷക്ക് ബേഷക്ക്, ശരം ബേശരം, അങ്ങനെ ഏകദേശം ഓപ്പോസിറ്റ് തന്നെയായിരിക്കും. അടുത്തത് ദുർഘടന. ഘടന എന്നുള്ളതിന് ദുർ എന്ന് ചേർത്ത സമയത്ത് ദുർഘടന എന്നായി. ഘടന എന്ന് വെച്ചാൽ വെറും ഇൻസിഡൻറ്റ്, എന്തെങ്കിലും സംഭവം. നേരെമറിച്ച് ദുർഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്സിഡൻറ്റ് പറഞ്ഞാൽ അത് ഒരു നെഗറ്റീവായിട്ടുള്ളതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യണം. ജീവൻ മേ പെഹലി ബാർ മേ ഇസ് തരാ വിചലിത് ഹുവാ ഹൂँ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിരിക്കുന്നത്, ആയത്. വിചലിത് ഹോന എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ആവുക. അപ്പോൾ അതിനെ മിശ്രവാക്യത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാക്യം ഏതാണ്? നമുക്ക് ഇതൊരു സരള വാക്യം ആണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ മിശ്രവാക്യത്തിലേക്ക് മാറ്റണം. അപ്പോൾ മിശ്രവാക്യത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് അതിനെ ഒരു 2 തരത്തിൽ കണക്ഷൻ വരണ പോലെ ചെയ്യണം, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്, എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് റീസൺ വെക്കണം എന്തെങ്കിലും. അപ്പോൾ നമുക്കതൊരു മിശ്രവാക്യം ആക്കി കിട്ടും. അപ്പോൾ ഇതിലെങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ജീവൻ മേ ഏസാ പെഹലി ബാർ ഹുവാ ഹെ, कि ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആയത്. എന്തെന്നാൽ കി മേ വിചലിത് ഹുവാ ഹൂം, എന്തായി? ഞാൻ ഡിസ്റ്റർബായി. അപ്പോൾ അത് പറഞ്ഞാൽ ഇനി ഒന്നിന് കണക്റ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ അത് മിശ്രവാക്യം ആയി. അടുത്തത്, ഫിർ തേജ് കദമോ സെ ചൽത്തി ഹുയി തന്താര കെ സാമനെ ആക്കർ ടിടക് ഗയി. പിന്നെ തേജ് കദമോ സെ ചൽത്തി ഹുയി, വളരെ വേഗത്തോടുകൂടി നടന്നു വന്ന് തന്താരയുടെ മുന്നിൽ വന്ന് നിന്നു. ആക്കർ ടിടക് ഗയി. ടിടക് ഗയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഞെട്ടൽ പോലെ നിൽക്കില്ലേ, അതിനാണ് ടിടക് ഗയി എന്ന് പറയുക. അങ്ങനെ അവിടെ വന്ന് നിന്നു എന്നർത്ഥം. അപ്പോൾ ഇത് നമുക്ക് സരളവാക്യമാണ്. നമുക്ക് ഈ ആക്കർ ടിടക് ഗയി, വന്നിട്ട് നിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്താണ് സരളമായിട്ട് ഒരുമിച്ച് പറയാണ് സെൻറ്റൻസ്, നമ്മൾ ബ്രേക്ക് ചെയ്യാണ്ട് പറയാണ്. അപ്പോൾ അത് സരള അല്ലെങ്കിൽ സാധാരണ വാക്യം എന്നാണ് അതിനെ പറയുക. ഇനി നമുക്കതിനെ സംയുക്ത വാക്യത്തിലേക്കാണ് ഇതിനെ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സംയുക്ത വാക്യത്തിലേക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിലോ ഓർ എന്തെങ്കിലും വെച്ചിട്ട് ചേർക്കണം, അല്ലെങ്കിൽ കീ റീസൺ വരുത്തണം. കീ എന്ന് പറയുമ്പോൾ എന്തെന്നാൽ എന്ന് വെച്ചിട്ട് അതിൻ്റെ റീസൺ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർ എന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്യണം, 2 സെൻറ്റൻസ് ആക്കിയിട്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നെന്താണ്? ഫിർ തേജ് കദമോസെ ചൽത്തി ഹുയി, വളരെ സ്പീഡിൽ നടന്നു വന്നു. പിന്നെ തന്താരയുടെ മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് 2 എണ്ണം ആക്കുക, അതിൻ്റെ ഇടയിൽ ഓർ ചേർത്താം. അപ്പോൾ ഫിർ തേജ് കദമോ സെ ചൽത്തി ഹുയി തന്താര കെ പാസ് ആയി, തന്താരയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഓർ ടിടക് ഗയി, എന്നിട്ട് അവിടെ നിന്നു. അപ്പോൾ 2 എണ്ണം ആയത്. ഓർ വെച്ച് നമ്മളതിനെ ജോയിൻ ചെയ്തു. അപ്പോൾ അത് സംയുക്ത വാക്യമായി. അടുത്തത്, വാമീരോ കുച്ച് സച്ചേത് ഹുയി ഓർ ഘർ കി തരഫ് ദോടി. ഇപ്പം നമ്മൾ കൺവേർട്ട് ചെയ്ത പോലുള്ള സെൻറ്റൻസ് ആണ് ഇത്. ഓർ എന്ന് വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വാമീരോ കുച്ച് സച്ചേത് ഹുയി, വാമീരോ കുറച്ച് എന്തോ അലേർട്ടായി, സച്ചേത് ഹുയി എന്തോ അലേർട്ടായി, ആലോചിച്ചിട്ട് പിന്നെന്താണ്? ഘർ കി തരഫ് ദോടി, വീട്ടിലേക്ക് ഓടി. അപ്പോൾ 2 സെൻറ്റൻസ് ഓർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിനെ സരളവാക്യമാക്കണം. സരളവാക്യം ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വാമീരോ എന്തോ കുറച്ച് അലേർട്ടായിട്ട് വീട്ടിലേക്ക് ഓടി. അപ്പോൾ ആയിട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മൾ ആ വെർബിനോട് കൂടി കർ എന്ന് ചേർക്കണം. കൂടുതൽ കേസിലും അങ്ങനെ വരും, എല്ലാത്തിലും വരണം എന്നല്ല, ഏകദേശവും. അപ്പോൾ സച്ചേത് ഹുയി എന്നുള്ളത് എന്താണ്? ഹോക്കർ. അപ്പോൾ ആയിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോൾ നമ്മൾ ഹോക്കർ എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമുക്ക് ഓർ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വാമീരോ കുച്ച് സച്ചേത് ഹോക്കർ, എന്തോ അലേർട്ടായിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ നമുക്ക് ഓർ ആവശ്യമില്ല. അപ്പോൾ അതൊരു സരളവാക്യം ആയി. നെക്സ്റ്റ്, തന്താര കോ ദേക്കർ യഹ് ഫൂട്ട് കർ റോനെ ലഗി, തന്താരയെ കണ്ടിട്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തന്താരയെ കണ്ടിട്ട് പിന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി, അങ്ങനെ 2 പാർട്ടുണ്ട്. അപ്പോൾ ദേക്ക് കർ, കണ്ടിട്ട് എന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഈ കർ എന്നുള്ള അവിടെ വെർബിനോട് കൂടി കർന്ന് ചേർത്ത് അതിൻ്റെ അർത്ഥമാണ് ചെയ്തിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ട്, കണ്ടിട്ട്, പോയിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അടുത്തത് പറയണത് എന്താണ്? പിന്നെ വേറെ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ തന്താരേനെ കണ്ടു, പിന്നെ നമുക്ക് ഓർന്ന് ചേർക്കാം, പിന്നെ അവൾ കരയാൻ തുടങ്ങി, അല്ലേ? തന്താരക്കോ ഉസ്നെ തന്താരക്കോ ദേക്കാ, ഒരു സെൻറ്റൻസ് ആയി. ഓർ ഫൂട്ട് കർ റോനെ ലഗി. ഈ ഫൂട്ട് കർ എന്ന് ആവശ്യമില്ല, ഫൂട്ട് കർ റോനെ ലഗി എന്നുള്ളത് ക്വസ്റ്റ്യനത്തെ പോലെ എഴുതിയാലും മതി കേട്ടോ. ഓർ ഫൂട്ട് കർ റോനെ ലഗി എന്ന് എഴുതിയാലും മതി. അപ്പോൾ അതെന്തായി? സംയുക്തവാക്യമായി മാറി. അടുത്തത്, രീതി കെ അനുസാർ ദോനോ കോ ഏക് ഹി ഗാവ് കാ ഹോന ആവശ്യകത. രീതി അനുസരിച്ചിട്ട്, രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ട്രഡീഷൻ, അതിൻ്റെ അർത്ഥം അതനുസരിച്ചിട്ട് 2 പേരും ഒരേ ഗ്രാമത്തിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇതൊരു സരളവാക്യമാണ്. പറഞ്ഞാൽ അതിൽ വേറൊന്നും ജൈസേ തൈസേ അല്ലെങ്കിൽ ഓറങ്കി ഒന്നുമില്ല, ഐസ്ലി എന്നൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് മിശ്രവാക്യത്തിലേക്ക് ചേഞ്ച് ചെയ്യണം.
അപ്പോൾ രീതിക്ക് അനുസാർ, രീതി അനുസരിച്ചിട്ട് ഇത് ആവശ്യമായിരുന്നു എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റീസൺ എഴുതാം. അപ്പോൾ രീതിക്ക് അനുസാർ യഹ് ആവശ്യക് ഥാ, രീതി അനുസരിച്ചിട്ട് ഇത് നിർബന്ധമായിരുന്നു. എന്ത് നിർബന്ധമായിരുന്നു? കി എന്തെന്നാൽ ദോനോ ഏക് ഹി ഗാവ് കെ ഹോ, രണ്ടുപേരും ഒരേ ഗ്രാമത്തിലാകണമെന്ന്. नेक्स्ट क्वेश्चन, नीचे दिए गए वाक्य पढ़िए तथा और शब्द के विभिन्न प्रयोगों पर ध्यान दीजिए. താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഓർ വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൽ ഓർ എന്ന വാക്കിൻ്റെ വിഭിന്നമായിട്ടുള്ള പ്രയോഗങ്ങൾ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പാസ് മേ സുന്ദർ ഓർ ശക്തിശാലി യുവക് രഹാ കർത്താ താ, അടുത്ത് തന്നെ സുന്ദരമായിട്ടും ശക്തിശാലിയുമായിട്ടുള്ള ഒരു യുവാവ് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുന്ദർ ഓർ ശക്തിശാലി ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ആൻഡ് അല്ലേ, സുന്ദർ ശക്തിശാലി രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യാൻ ആൻഡ് എന്ന് പോലെ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ദോ പദവും ജോഡ്ന, രണ്ട് വാക്കുകളെ ജോഡ്ന, രണ്ടിനെ ജോയിൻ ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തത് വഹ് കുച്ച് ഓർ സോച്നെ ലഗി, അവൻ അല്ലെങ്കിൽ അവൾ, ലഗി എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടി, അവൾ വേറെ എന്തോ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അന്യക്ക് അർത്ഥമേ, വേറെ എന്തോ, അന്യ, കുച്ച് ഓർ എന്തോ, വേറെ എന്തോ ആലോചിക്കാൻ തുടങ്ങി. एक आकृति कुछ साफ हुई कुछ और क्रमशः धीरे धीरे के अर्थ में. അപ്പോൾ ഇവിടെ ഓർ എന്നുള്ളത് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഏക് ആകൃതി കുച്ച് സാഫ് ഹുയി, ഒരു ഷേപ്പ് എന്തോ കുറച്ച് ശരിയായിട്ടുണ്ട്. പിന്നെ കുച്ച് ഓർ കുറച്ചും കൂടി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും കൂടി ശരിയാവാനുണ്ട് എന്ന് പറയുന്ന പോലെ അല്ലേ. അപ്പോൾ ക്രമശഃ, ഗ്രാജുവലി, ധീരെ ധീരേക്ക് അർത്ഥമേ, പതുക്കെ എന്നുള്ള ഒരു അർത്ഥത്തിൽ ആണ് ഇവിടെ ഓർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അച്ചാനക് വാമിരോ കുച്ച് സോച്തേ ഹുയി ഓർ ഘർ കി തരഫ് ദോഡ് ഗയി, പെട്ടെന്ന് വാമിരോ എന്തോ, സോച്തേ എന്നല്ല കേട്ടോ, സച്ചേത് ഹുയി എന്തോ അലേർട്ടായിട്ട് പിന്നെ ഘർ കി തരഫ് ദോഡ് ഗയി, വീട്ടിലോട്ട് ഓടിപ്പോയി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ദോ ഉപവാക്യോം കോ ജോഡ്നേക്ക് അർത്ഥമേ, രണ്ട് ഉപവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്യങ്ങളുടെ ഒരു ഭാഗം, അതിനെയാണ് ഉപവാക്യം എന്ന് പറയുക. അപ്പോൾ രണ്ട് വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഉപവാക്യം എന്ന് പറയും. അപ്പോൾ രണ്ട് ഉപവാക്യങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓർ എന്നുള്ള ശബ്ദം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് വാക്യങ്ങളുണ്ട്. എന്താണ്? അച്ചാനക് വാമിരോ കുച്ച് സച്ചേത് ഹുയി, പെട്ടെന്ന് വാമിരോ എന്തോ അലേർട്ടായി, പിന്നെ സംഭവിച്ചെന്താ? ഘർ കി തരഫ് ദോഡ് ഗയി, വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസിനെയും കൂടിയിട്ട് ജോയിൻ ചെയ്യാനാണ് ഇവിടെ ഓർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് വാമിരോ का दुख उसे और गहरा कर रहा था, വാമിരോനെ കുറിച്ചിട്ടുള്ള ദുഃഖം പിന്നെ അവളെ ഇനിയും കൂടി ഗഹര കർ റഹ താ, ഇനിയും ആഴത്തിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ? അധികതാക്കെ അർത്ഥമേ, ഇനിയും കൂടുതൽ, ഓർ ഗഹര ഇനിയും ആഴത്തിൽ, ആ ദുഃഖം ഇനിയും കൂടി വരുന്നു എന്നുള്ള അർത്ഥത്തിൽ അധികത, അങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഉസ്നെ തോട ഓർ കരീബ് ജാക്കർ പെഹചാനേക്ക് ചേഷ്ടാക്കി, അവൻ കുറച്ചുകൂടി അടുത്തുപോയി, കരീബ് ജാക്കർ അടുത്തുപോയി, പെഹചാനേക്ക് മനസ്സിലാക്കാൻ ശ്രമം നടത്തി, ചേഷ്ടാക്കി എന്ന് വെച്ചാൽ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? നിക്കട്ടതാക്കെ അർത്ഥമേ പറഞ്ഞാൽ ഇനിയും കൂടി അടുത്ത്, സമീപം, തോട ഓർ കരീബ് കുറച്ചും കൂടി അടുത്ത്, നിക്കട്ടതാക്കെ അർത്ഥമേ കുറച്ചും കൂടി അടുത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർ എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, നീച്ചെ ദിയേ ഗയേ ശബ്ദോं के വിലോം ശബ്ദ ലിഖിയെ, ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതാനുള്ളതാണ്. ഇതിൽ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഭയം, നിർഭയം, ഭയമില്ലാത്തത്. മധുരമായിട്ടുള്ളത് കട്ടു വചൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുക. സഭ്യ, അസഭ്യ, കൾച്ചർ ഉള്ളത്. അസഭ്യം എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുക തന്നെയാണ്. വാചാൽ, മൂകം മിണ്ടാതിരിക്കുന്നത്. വാചാൽ എന്ന് വെച്ചാൽ കുറേ സംസാരിക്കുന്നവർ. തരൾ, ഠോസ്. തരൾ എന്ന് വെച്ചാൽ ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഠോസ് എന്ന് വെച്ചാൽ സോളിഡ്, നല്ല കട്ടിയുള്ള എന്ന് പറയില്ലേ. ഉപസ്ഥിത്, അനുപസ്ഥിത്. പ്രസൻറ്റ്, ആബ്സെൻറ്റ്. സുഖത്ത്, ദുഃഖത്ത്, സുഖമുള്ളത്, ദുഃഖമുള്ളത്. അടുത്തത് നീച്ചെ ദിയേ ഗയേ ശബ്ദോं के दो पर्यायवाची ശബ്ദ ലിഖിയെ, രണ്ട് പര്യായങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സമുദ്രത്തിൻ്റെ പര്യായം രത്നാകാർ, വാരിധി, നീരധി, ജലധി. ആങ്ക്, കണ്ണ്. നേത്ര, ചക്ഷു, നയൻ, ലോചൻ, ദൃഗ്. ദിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ. ദിവസ്, ദിവ, വാസർ, വാർ. അന്ധേര എന്ന് വെച്ചാൽ ഇരുട്ട്.
तम तिमिर अंधकार, मुक्त मुक्तियाവുക, उन्मुख आज़ाद बंधनहीन പറഞ്ഞ ഫ്രീഡം. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ ശബ്ദോं को वाक्यों में प्रयोग कीजिए. വാക്യത്തിൽ പ്രയോഗിക്കാൻ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. കിങ് കർത്തവ്യ വിമൂഢ്. കിങ് കർത്തവ്യ വിമൂഢിൻ്റെ അർത്ഥമാണ് ദുവിധാമേ പഠിജാന, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. ദുവിധാമേ പഠിജാന, ദുവിധാമേ ഹോന എന്ന് പറയാം. പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. महाभारत के मैदान में गुरुजन एवं बंधु बांधवों को सामने देखकर अर्जुन किंग कर्तव्य विमूढ़ हो गए. മഹാഭാരതത്തിൻ്റെ മൈതാനത്തിൽ ഗുരുജനങ്ങളെയും ബന്ധുക്കളെയും കണ്ടിട്ട്, തൻ്റെ മുന്നിൽ കണ്ടിട്ട് അർജുനൻ കിങ് കർത്തവ്യ വിമൂഢനായി. അതിൻ്റെ അർത്ഥം വളരെയധികം സങ്കടത്തിൽ, കൺഫ്യൂസിങ്ങിലായി. വിഹ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ശാന്തമില്ലാത്തൊരവസ്ഥ, ഒരു അശാന്തി, ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരവസ്ഥ. അപ്നെ ഖോയെ ബേട്ടെ സെ മിൽക്കർ മാ വിഹ്വൽ ഹോക്കർ റോനെ ലഗി. തൻ്റെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയിട്ട് അമ്മ വിഹ്വലമായിട്ട് കരയാൻ തുടങ്ങി. പറഞ്ഞ ഒരു ഡിസ്റ്റർബായിട്ട്, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഭയാകുൽ എന്ന് വെച്ചാൽ ഭയപ്പെടുക, വളരെയധികം ഭയപ്പെടുക. ഡാക്കുവോസെ സ്വയം കോ ഗിര ദേക്കർ യാത്രി ഭയാകുൽ ഹോ ഗയേ. ഗിര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയുക, ഘേർന എന്ന് പറയില്ലേ, അതാണ് ഘേർന, വളയുക. അപ്പോൾ ഡാക്കു എന്ന് വെച്ചാൽ കള്ളന്മാരാൽ സ്വന്തം വളഞ്ഞു എന്ന് കണ്ടിട്ട് യാത്രി ഭയപ്പെട്ടുപോയി. യാചക് എന്ന് വെച്ചാൽ യാചകൻ തന്നെയാണ്. യാചക് കരുണാസ്വർ മേ 2 റോട്ടിയാ മാങ് രഹാ താ. യാചകൻ കരുണാസ്വരത്തിൽ 2 റൊട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു. കണ്ട് എന്ന് വെച്ചാൽ കഴുത്ത്. കണ്ട് എന്ന് വെച്ചാൽ കഴുത്ത് വരെ മുങ്ങിയ. അതിൻ്റെ അർത്ഥം വെള്ളത്തിൽ മുങ്ങിയതൊന്നുമല്ല, ഒരുപാട് കൂടുതൽ എന്തെങ്കിലും ചെയ്ത എന്നുള്ള അർത്ഥമാണ്. കുച്ച് നേത ഓർ അധികാരി കണ്ട് ഭ്രഷ്ടാചാർ മേ ഡൂബേ ഹേ. ഭ്രഷ്ടാചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറപ്ഷൻ, വേണ്ടാത്തരങ്ങൾ ചെയ്യുക, നെഗറ്റീവായിട്ടില്ല. അപ്പോൾ കുറച്ച് നേതാക്കളും അധികാരികളും കണ്ട് കഴുത്ത് വരെ കറപ്ഷനിൽ മുങ്ങിയവരാണ്. नेक्स्ट क्वेश्चन, किसी तरह आंच रहित एक ठंडा और उबाऊ दिन गुजरने लगा. वाक्य में दिन के लिए किन किन विशेषणों का प्रयोग किया गया है. ഈ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബുക്കിൽ സെൻറ്റൻസ് തന്നെയാണ് ഇത്. കിസി തറ എങ്ങനെയോ, ആഞ്ച് രഹിത് എന്ന് വെച്ചാൽ തീയില്ലാത്ത, അതിൻ്റെ അർത്ഥം ഒരു ഡള്ളായിട്ടുള്ള, ഠണ്ട എന്ന് വെച്ചാൽ തണുത്ത, ഓർ ഉബാവു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറായിട്ടുള്ള ഒരു ദിവസം, ദിൻ ഗുസർനെ ലഗ കടന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ഈ വാക്യത്തിൽ എന്തൊക്കെ വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ദിൻ എന്നുള്ളതിന്? പറഞ്ഞാൽ ദിവസം, എങ്ങനത്തുള്ള ദിവസം അല്ലേ, അതിന് കുറേ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? പിന്നെ അടുത്തത് ആപ് ദിൻ കെ ലിയെ കോയി 3 വിശേഷൻ ഓർ സുझाइए. നിങ്ങൾ ഇനിയും എന്തെങ്കിലും ദിൻ എന്നുള്ളതിന് പറഞ്ഞാൽ പകല്, ദിവസം എന്നുള്ളതിന് വേറെ എന്തെങ്കിലും വിശേഷണങ്ങൾ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉബാവു, ആഞ്ച് രഹിത്, ടണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഉബാവു എന്ന് വെച്ചാൽ ബോറിങ്, ബോറായിട്ടുള്ള, ടണ്ട തണുത്ത, ആഞ്ച് രഹിത് തീയില്ലാത്ത, അതിൻ്റെ അർത്ഥം കുറച്ച് ഡള്ളായിട്ടുള്ള. അപ്പോൾ ഇവിടെ താഴെ ഉത്തരത്തിൽ ഉമസ് ഭര ലംബ थकाऊ दिन. ഉമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റൊന്നും ഇല്ലാതെ, ഹ്യൂമിഡിറ്റി എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഉമസ് ഭര, അങ്ങനെ കാറ്റൊന്നും ഇല്ലാതെ, പിന്നെ ഉമസ് നിറഞ്ഞ, ചൂട് ആയിട്ടുള്ള, ലംബ പറഞ്ഞ വളരെ നീളമുള്ള, thakawu ടയേർഡായിട്ടുള്ള, വളരെ ക്ഷീണം തോന്നിക്കുന്ന ഒരു ദിവസം. സുന്ദർ സുഹാവന ധൂപ്ദാർ ദിൻ. സുന്ദരമായിട്ടുള്ള, സുഹാവന നല്ല സുഖമായിട്ടുള്ള, ധൂപ്ദാർ വെയിലുള്ള ഒരു ദിവസം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ദിവസം അഥവാ ദിൻ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളാണ്, അഥവാ അഡ്ജക്റ്റീവ് ആണ്. नेक्स्ट क्वेश्चन, इस पाठ में देखना क्रिया के कई रूप आए हैं. देखना के इन विभिन्न शब्द प्रयोगों में क्या अंतर है. ഈ പാഠത്തിൽ ദേഖ്ന എന്നുള്ള ഒരു ക്രിയ എന്ന് വെച്ചാൽ വെർബ്, ദേഖ്ന എന്ന് വെച്ചാൽ കാണുക. അപ്പോൾ ആ കാണുക അഥവാ ദേഖ്ന എന്നുള്ള വെർബിന് കുറേ രൂപങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം ദേഖ്ന തന്നെയാണ്, പക്ഷേ എന്നാലും ആ സന്ദർഭം അനുസരിച്ചിട്ട് വേറെ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വിഭിന്ന ശബ്ദവും പ്രയോഗം, അതിലെന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദേഖ്ന എന്ന് റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. 6ൻ്റെയും അർത്ഥം ഒടുവിൽ വരുന്നത് ദേഖ്ന തന്നെയാണ്, കാണുക അല്ലെങ്കിൽ നോക്കുക തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആങ്കെ കേന്ദ്രിത് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രിത്, ഫോക്കസ് ചെയ്യുക. ആങ്കെ കേന്ദ്രിത് കർണ വെച്ചാൽ ഒരിടത്ത് ഫോക്കസ് ചെയ്യുക, അങ്ങനെ പറഞ്ഞാൽ ഒരിടത്ത് തന്നെ വളരെ സൂക്ഷിച്ചു നോക്കുക, അതിനെയാണ് ആങ്കെ കേന്ദ്രിത് കർണ പറയുക. പറഞ്ഞാൽ ഏക് ഹി ജഗ ബഹുത് അച്ഛി തരഹ സെ ധ്യാൻ സെ ദേഖ്ന.
പിന്നെ അടുത്തത് നസർ പഠന. നസർ പഠന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കണ്ണവിടെ എത്തുക, നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ ദൃഷ്ടി അവിടെ എത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കാതെ പിന്നെന്താണ് നമ്മൾ അറിയാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മേലെ പിന്നെ കണ്ണ് പോകുക എന്നൊക്കെ ഇല്ലേ, അതിനെയാണ് നസർ പഠന എന്ന് പറയുക. താക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കില്ലേ, ഒരേ സൈഡ് തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ എപ്പോൾ വരും നോക്കിയിട്ട് അതിനെയാണ് നമ്മൾ താക്കന എന്ന് പറയുക. ഘൂർണ എന്ന് വെച്ചാൽ അങ്ങനെ തുറിച്ച് നോക്കുക എന്ന് പറയില്ലേ, സ്റ്റിയറിംഗ് എന്ന് പറയില്ലേ, അതിനാണ് ഘൂർണ എന്ന് വെച്ചാൽ വളരെ തുറിച്ച് നോക്കുക. അങ്ങനെ നിഹാർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അടി തൊട്ട് മുടി വരെ നോക്കുക എന്ന് പറയില്ലേ, ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുഴുവൻ നോക്കി മനസ്സിലാക്കണ പോലെ നമുക്ക് ഇൻട്രസ്റ്റോടു കൂടി നോക്കില്ലേ, അതിനാണ് നിഹാർന എന്ന് പറയുക. നിങ്ങളുടെ എവറസ്റ്റ് ചാപ്റ്ററൊക്കെ ഇല്ലേ 9th അതിന് പറയുന്നുണ്ടായിരുന്നില്ലേ, എവറസ്റ്റിനെ ദൂരെ നിന്നിട്ട് എന്താണ് നിഹാർത്തെ ഗയി അല്ലെങ്കിൽ നിഹാർനെ ലഗി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിഹാർന എന്ന് വെച്ചാൽ മുഴുവനായിട്ടും വളരെ കെയർഫുള്ളായിട്ട് നന്നായി നോക്കി മനസ്സിലാക്കുക. അടുത്തത് നിർനിന്മേഷ് താക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിനാ പലക് ജപ്പേ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇമ വെട്ടാതെ അല്ലെങ്കിൽ കണ്ണെടുക്കാതെ നോക്കുക. ബിനാ പലക് ജപ്പേ ദേക്കണ, നമ്മൾ കണ്ണെടുക്കാതെ ഇമ വെട്ടാതെ നോക്കുക, അതിനാണ് നിർനിമേഷ് താക്കന എന്ന് പറയുക. ഇനി ഇസി പ്രകാർ ബോൽന ക്രിയാക്കെ വിഭിന്ന ശബ്ദ പ്രയോഗ് ബതായിയേ. ഇതേപോലെ നമ്മൾക്കിനി ബോൽന എന്നുള്ള ക്രിയയുടെ വിഭിന്ന ശബ്ദപ്രയോഗങ്ങൾ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. ബോൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുക, പറയുക. അപ്പോൾ ആദ്യം ബത്താന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുക. പറഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയില്ലേ. വഹ് ബത്തായക്ക് ആജ് നഹി ആയിഗി, അവൾ പറഞ്ഞു ഇന്ന് അവൾ വരില്ല. മേ ബത്തായിക്ക് കൽ മേ ആവുങ്കി, ഞാൻ നാളെ വരാം. അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് അതിന് ബത്താന എന്ന് പറയാം. ബോൽന എന്നും പറയാം, തെറ്റൊന്നുമില്ല. പറഞ്ഞാൽ ബത്താന എന്നും പറയാം. അടുത്തത് ബക്തേ ജാന. ബക്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കുക, അങ്ങനെ പറഞ്ഞാൽ വ്യർത്ത് മേ ബാത്ത് കർണ എന്ന് പറയാം. അല്ലെങ്കിൽ വ്യർത്ത് ബാത്തേം കെഹന, വ്യർത്ത് ബാത്തേം കർണ, പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, വേണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ പറയുക. നമ്മളല്ലെങ്കിൽ പ്രാഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതിനാണ് ബക്ന എന്ന് പറയുക. അടുത്തത് ബോൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് സംസാരിക്കുക, പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനർത്ഥം. അടുത്തത് ബോലി ലഗാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേലം വിളിക്കുക. നമ്മൾ ലേലം വിളിക്കില്ലേ, പിന്നെ ഓരോ സാധനങ്ങൾ ബിഡ് ചെയ്യില്ലേ, അതിനാണ് ബോലി ലഗാന എന്ന് പറയുക. പറഞ്ഞാൽ ബോൽന സാധാരണ ബോൽന എന്നുള്ളതായിട്ട് അധികം പിന്നെ കണക്ഷനൊന്നും ഇല്ലാത്ത അർത്ഥമാണ് ബോലി ലഗാന എന്നുള്ളതിൻ്റെ. എന്നാലത് പറയുക തന്നെയാണ് അതിനും, അല്ലേ. അടുത്തത് ബോൽന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബോൽന തന്നെയാണ്, പക്ഷെ കുറച്ച് അഹങ്കാരത്തോടൊക്കെ സംസാരിക്കില്ലേ, അതിനെയാണ് ബോൽന എന്ന് പറയുക. ഘമണ്ട് കി ബാത്തേം കർണ അല്ലെങ്കിൽ ഘംസെ ബാത്തേം കർണ, ടീറ്റേ മാർണ എന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് അഹങ്കാരത്തിൽ സംസാരിക്കുന്നത്, കുറച്ചൊന്ന് പോസ് അടിച്ച് സംസാരിക്കില്ലേ, അതിനാണ് ബോൽന എന്ന് പറയുക. അടുത്തത് ബോൽത്തി ബന്ദ് രഹന. ബോൽത്തി എന്ന് വെച്ചാൽ പറച്ചിൽ അല്ലെങ്കിൽ സംസാരം ബന്ദ് രഹന അല്ലെങ്കിൽ ബന്ദ് കർണ എന്നൊക്കെ പറയാം. ബന്ധാക്കുക പറഞ്ഞാൽ അതിനെ അവസാനിപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഉത്തരമില്ലാതാവുക. അതിൻ്റെ അർത്ഥം പിന്നെ വായ അടപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ വായ അടപ്പിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വല്ല തുണിയിട്ട് അടപ്പിക്കുക അല്ല വായ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഉത്തരം ഇല്ലാതാവും, അല്ലേ, പറയാനൊന്നും ആയിട്ട് മിണ്ടാതിരിക്കില്ലേ. അപ്പോൾ അതിനെയാണ് ബോൽത്തി ബന്ദ് കർണ എന്ന് പറയുക. നിരുത്തർ ഹോന, ഉത്തർ ന ഹോന, ഉത്തരമില്ലാതാവുക അഥവാ വായടപ്പിച്ചു എന്നൊക്കെ പറയില്ലേ, അതാണ് ബോൽത്തി ബന്ദ് കർണ എന്ന് ഉള്ളതിൻ്റെ അർത്ഥം. അടുത്തത് ബോൽച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പെരുമാറ്റം എന്ന് വെച്ചാൽ നമ്മളുടെ പിന്നെന്താണ് പറയുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, അതിനെയാണ് ബോൽച്ചാൽ. ഉസ്കി ബോൽച്ചാൽ ബഹുത് അച്ഛാ ഹേ അല്ലെങ്കിൽ അച്ചി ഹേ എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായി പെരുമാറും, അതിൻ്റെ അർത്ഥം നന്നായി സംസാരിക്കും എന്നൊക്കെ പറയില്ലേ, അതിന്. അടുത്തത് ബോൽത്തേ രഹന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ലഗാത്താർ ബാത് കർത്തേ രഹന അല്ലെങ്കിൽ ലഗാത്താർ ബോൽത്തേ രഹന എന്ന് പറയാം. നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ബോൽത്തേ രഹന എന്ന് പറയുക.
നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ വാക്യാംശവും കോ പഠിയെ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഇത് പദ്ബന്ധിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പദ്ബന്ധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ശബ്ദ് പദ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, 9th പഠിച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദം എന്ന് വെച്ചാൽ എന്തെങ്കിലും വാക്ക്, വേർഡ്സ്. പദ് എന്ന് പറഞ്ഞാലും വേർഡ്സ് തന്നെയാണ്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊരു വാക്യത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പദ് എന്ന് പറയും. അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ വെറുതെ ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മളതിനെ ശബ്ദം എന്ന് പറയും, വാക്കുകൾ, വേർഡ്സുകൾ. പക്ഷെ നമ്മൾ അതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതേ വേർഡ്സുകൾ തന്നെ അതിന് കുറേ നിയമങ്ങളുണ്ട് അല്ലേ, കുറേ ഗ്രാമർ പാലിക്കേണ്ടി വരും. അത് പുല്ലിംഗം, സ്ത്രീലിംഗം, അല്ലെങ്കിൽ ഏകവചനം, ബഹുവചനം, പാസ്റ്റ് ആവും, പ്രസൻ്റ് ആവും, അങ്ങനെ മാറും. സെൻറ്റൻസിനനുസരിച്ചിട്ട് അത് മാറും. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ അതേ വേർഡിനെ തന്നെ ആ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ പദ് എന്ന് പറയും. അപ്പോൾ പദ് ബന്ധ്, ഇവിടെ പദങ്ങളുടെ ബന്ധ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പദങ്ങളുടെ സമൂഹം, ഗ്രൂപ്പാണ്. കുറേ പദങ്ങൾ ഒരുമിച്ച് വരിക. അപ്പോൾ പദങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് പറഞ്ഞാൽ ജബ് ദോയ അധിക് പദ് മിൽക്കർ, രണ്ടോ അതിലധികമോ പദ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഏക് ഹി ശാബ്ദിക് ഇക്കായി അല്ലെങ്കിൽ ഏക് ഹി കാം കർത്തെ ഹെ. പറഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ പദങ്ങൾ ഒരുമിച്ച് വരും. പക്ഷെ അതെല്ലാത്തിൻ്റെയും ഫങ്ഷൻ സെയിം ആയിരിക്കും. അതെല്ലാം കൂടി പറഞ്ഞു വരുന്ന കാര്യം സെയിം തന്നെ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും, ഏകദേശം ഒരുപോലത്തെ ആയിരിക്കും വേർഡ്സുകൾ എന്നർത്ഥം. പറഞ്ഞാൽ ഇതിൽ പദ്ബന്ധിൽ നമുക്ക് 5 തരത്തിലുണ്ട്. സംഖ്യാ പദ്ബന്ധ്, സർവനാം പദ്ബന്ധ്, വിശേഷൻ പദ്ബന്ധ്, ക്രിയാ പദ്ബന്ധ്, ക്രിയാവിശേഷൻ പദ്ബന്ധ്. അപ്പോൾ സംഖ്യ, സർവനാം, വിശേഷൻ, ക്രിയാവിശേഷൻ നമ്മൾ ഓൾറെഡി അതൊക്കെ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗണ്, സർവനാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോനൗണ്, വിശേഷൻ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ്, ക്രിയ വെർബ്, ക്രിയാവിശേഷൻ ആഡ്വർബ്. അപ്പോൾ സംഖ്യ നൗൺ എന്ന് പറയുമ്പോൾ കുറേ സംഖ്യ അഥവാ കുറേ നൗൺസ് ഒരുമിച്ച് വരും, ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ്. അപ്പോഴാണ് അതിനെ സംഖ്യാ പദ്ബന്ധ് എന്ന് പറയാം. അതേപോലെ സർവനാം വരുവാണെന്നുണ്ടെങ്കിലും കുറേ സർവനാം ഒരുമിച്ച് വരും. അപ്പോൾ അവിടെ എന്തായി? സർവനാം പദ്ബന്ധായി. വിശേഷണങ്ങളാണെങ്കിലും നമ്മൾ എന്തിനെങ്കിലും വിശേഷിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ വിശേഷണങ്ങളെ ഒരുമിച്ച് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ക്രിയയും അതേപോലെ തന്നെ ക്രിയാവിശേഷണങ്ങളും. അപ്പം ഇനി സെൻറ്റൻസ് നോക്കാം. ശ്യാം കാ ബഡാ ഭായി രമേശ് കൽ ആയാത്ത. ശ്യാമിൻ്റെ വലിയ ബ്രദർ രമേശ് ഇന്നലെ വന്നിരുന്നു. ഇവിടെ ഏത് പദ്ബന്ധാണ് വരുന്നത്? സംഖ്യാ പദ്ബന്ധ് ആണ് വരുന്നത്. പറഞ്ഞാൽ ഇവിടെ ശ്യാമും ഭായിയും രമേശും എല്ലാം നൗൺസ് ആണ് അല്ലേ നമുക്ക്. അപ്പം നൗണുകളുടെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ്, ഒരു സമൂഹമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എല്ലാം ഒരുമിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ശ്യാമിൻ്റെ വലിയ ബ്രദർ രമേശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സംഖ്യാ പദ്ബന്ധ്. അടുത്തത് സുനിത പരിശ്രമി ഓർ ഹോഷിയാർ ലടുക്കി ഹെ. സുനിത ഹാർഡ് വർക്കിങ്ങും വളരെ സ്മാർട്ടായിട്ടുള്ള, ഹോഷിയാർ സ്മാർട്ടായിട്ടുള്ള കുട്ടിയും ആണ്, പെൺകുട്ടിയും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പരിശ്രമി, ഹോഷിയാർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അഡ്ജക്റ്റീവ് വേർഡ്സ് ആണ് അത് രണ്ടും. ലടുക്കി എന്നുള്ളതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് ഇവിടെ പരിശ്രമി, ഹോഷിയാർ. ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ എന്താണ്? ഒന്നിൽ കൂടുതൽ വിശേഷൻ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ അതവിടെ വിശേഷൻ പദ്ബന്ധായി മാറും. അടുത്തത് അരുണിമ ധീരെ ധീരെ ചലത്തെ ഹുയെ വഹാൻ ജാ പഹുഞ്ചി. അരുണിമ പതുക്കെ നടന്നുകൊണ്ട് അവിടെ പോയി എത്തി. ഇവിടെ എന്താണ്? ക്രിയാവിശേഷൻ. ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ക്രിയ? ചൽന, പഹുഞ്ചന, 2 വരുന്നുണ്ട് ഇതിൽ ക്രിയ കേട്ടോ. അപ്പോൾ ഇവർ പക്ഷെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ചൽത്തേ ഹുയെ എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ചൽത്തേ ഹുയെ പറഞ്ഞാൽ നടന്നുകൊണ്ട്, പതുക്കെ നടന്നുകൊണ്ട് അവിടെ എത്തി. അപ്പോൾ എത്തി എന്നുള്ളതും ക്രിയയാണ്, പക്ഷേ ഇവിടെ അണ്ടർലൈൻ ചെയ്ത വാക്കാണ് പറയുന്നത്. അപ്പോൾ പതുക്കെ നടന്നിട്ട്, എങ്ങനെ നടന്നിട്ട്? കേസേ ചൽത്തേ ഹുയി, ധീരെ ധീരെ, പതുക്കെ. അപ്പോൾ ചൽത്തേ ഹുയെ എന്നുള്ളത് നമ്മുടെ ഇവിടെ ക്രിയ അഥവാ വെർബാണ്. അപ്പോൾ ആ വെർബിനെ വിശേഷിപ്പിക്കുന്നത് അഡ്വർബ് അഥവാ ക്രിയാവിശേഷൻ. ധീരെ ധീരെ, എങ്ങനെയാണ് നടന്നത്? ധീരെ ധീരെ, പതുക്കെ. അപ്പോൾ അത് ക്രിയാവിശേഷൻ പദ്ബന്ധ്. ആ ധീരെ ധീരെ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്രിയാവിശേഷൻ പദ്ബന്ധ് എന്ന് പറയാൻ കാരണം. ആയുഷ് സുരഭിക ചുട്കുല സുൻകർ ഹസ്താ രഹ. ഇവിടെ ക്രിയാപദ്ബന്ധാണ്. ഇവിടെയും എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഹസ്താന്നും ആണ് രഹാന്നും ആണ്. അപ്പോൾ രണ്ടും വർബാണ് അവിടെ. ഹസ്താന്നും എന്നുള്ളതും വർബാണ്. ആയുഷ് സുരഭിയുടെ ജോക്ക് കേട്ടിട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. ഹസ്താ രഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസന രഹന രണ്ടും ക്രിയകളാണ്. 2 ക്രിയകൾ ഒരുമിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയാപദ്ബന്ധ്. ऊपर दिए गए वाक्य
का में रेखांकित अंश में कई पद है जो एक पद संज्ञा का काम कर रहे हैं. ഇനി ഒരു വാക്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ വാക്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്താ പറഞ്ഞാൽ അതിൽ കൈ പദ് ഹെ, അതിൽ കുറേ വാക്കുകളുണ്ട്. പക്ഷേ അതിൽ ഏക് പദ് സംഖ്യ കാ കാം കർ രഹേ ഹെ. പക്ഷേ അതെല്ലാം എന്താണ്, സംഖ്യയായിട്ടാണ്. ശ്യാമും സംഖ്യയാണ്, ഭായിയും ആണ്, രമേശും അതെല്ലാം നൗണായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണത് സംഖ്യാ പദ്ബന്ധ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ വാക്യത്തിൽ തീൻ പദ് മിൽക്കർ വിശേഷൺ പദ് കാ കാം കർ രഹാ ഹെ. 3 പദ് ഒരുമിച്ച് കൂടിയിട്ട് പരിശ്രമി ഓർ ഹോഷിയാർ, അത് മൂന്നും ഒരുമിച്ച് കൂടിയിട്ടാണ് വിശേഷൺ എന്നുള്ളതിനെ പിന്നെ സൂചിപ്പിക്കുന്നത്. അപ്പം ലഡിക്കയെ വിശേഷിപ്പിക്കുന്നത് അല്ലെ പെൺകുട്ടി, എങ്ങനത്തുള്ള പെൺകുട്ടിയാണ്, പരിശ്രമിയുമാണ്, ഹോഷിയാറുമാണ്. അപ്പോൾ ആ 3 എണ്ണം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ വിശേഷൺ പദ്ബന്ധ് വന്നു. അടുത്തത് ഘ ഓർ ഖ, മൂന്നാമത്തെയും നാലാമത്തെയും വാക്യത്തിൽ എന്താണ്, കൈ പദ് മിൽക്കർ ക്രമശഃ ക്രിയാവിശേഷൻ ഓർ ക്രിയ കാം കർ രഹേ ഹെ. മൂന്നാമത്തേൽ പിന്നെന്താണ്, നമ്മൾ റെസ്പെക്റ്റീവ്ലി എന്ന് പറയില്ലേ, ക്രമശഃ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസിൽ ക്രിയാവിശേഷൻ പറയുന്നുണ്ട്, നാലാമത്തേൽ ക്രിയ വെർബിനെ ആണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ധ്വനിയോ കെ സാർത്ഥക് സമൂഹ കോ ശബ്ദ് കഹത്തെ ഹെ. ധ്വനിയോ എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ സാർത്ഥക് മീനിങ് ഫുൾ ആയിട്ടുള്ള സമൂഹം, ഒരു ഗ്രൂപ്പ്, കൂട്ടത്തിനെയാണ് നമ്മൾ ശബ്ദ് എന്ന് പറയുക. ഓർ വാക്യമേ പ്രയുക്ത് ശബ്ദ് പദ് കഹലാത്ത ഹെ. വാക്യത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ ശബ്ദത്തിനെ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന സമയത്ത് നമ്മളതിനെ പദ് എന്ന് പറയും. ജैसे पेड़ों पर പക്ഷി चहचहा रहे थे. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന പേടോം പർ, മരത്തിലെ പക്ഷി സൗണ്ട് ചെഹച്ചഹാ രഹാത്തെ. ചെഹച്ചഹാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ സൗണ്ടിനാന്ന് പറയുക, ചിർപ്പിംഗ് എന്ന് പറയും. പക്ഷികൾ ശബ്ദിക്കുന്നുണ്ടായിരുന്നു, ചിലയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം, പക്ഷികൾ ചിലയ്ക്കുക. वाक्य में पेड़ों शब्द पद है और क्योंकि इसमें अनेक व्याकरणिक बिंदु जुड़ जाते हैं. അപ്പോൾ ഈ പറഞ്ഞ വാക്യത്തിൽ പേടോ എന്നുള്ള ഒരു വാക്യം എന്താണ്, പദ് ആണ്. അതിനെ ശബ്ദ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിനെ പദ് ആണെന്ന് പറയണം. പേടോ എന്നുള്ളത് പദ് ഹെ, ശബ്ദ് നഹി ഹെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാരണം നമ്മളിവിടെ ഒരു വാക്യത്തിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാക്യത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ശബ്ദ് എന്ന് പറയാൻ പാടില്ല, പദ് എന്ന് പറയണം. ഇസ്മേ അനേക വ്യാകരണിക് ബിന്ദു ജുഡ് ജാത്തെ ഹെ. കാരണം എന്താണ്, ഒരു വാക്യത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ അനേകം വ്യാകരണിക് ബിന്ദു, ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാമർ അതിൽ കണക്റ്റഡ് ആവും. അതുകൊണ്ട് നമ്മളതിനെ പദ് എന്ന് പറയും. കൈ പദോं के योग से बने वाक्यांश को जो एक ही पद का काम करता है കൈ പദോं കെ യോഗ് സെ. അതുപോലെ കുറേ പദങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വാക്യാംശം, ഒരു സെൻറ്റൻസിൻ്റെ അംശം അഥവാ സെൻറ്റൻസ്, അതിന് ഏക് ഹി പദ് കാ കാം കർത്തി ഹെ. ഒരു പദത്തിൻ്റെ പണി തന്നെയാണ് കുറേ പദങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കൂടി അർത്ഥം ഒരേ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്നാലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ കുറേ എണ്ണം ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, ആ സെൻറ്റൻസിനെ നമ്മൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, പദ്ബന്ധ് എന്ന് പറയുക. പദ്ബന്ധ് വാക്യ കാ ഏക് അംശ ഹോത്താ ഹെ. പദ്ബന്ധ് ഒരു വാക്യത്തിൻ്റെ, ഒരു സെൻറ്റൻസിൻ്റെ ഒരു അംശമാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ പദ്ബന്ധ് മുഖ്യ രൂപ് സെ 4 പ്രകാർ കെ ഹോത്തെ ഹെ. 4 തരത്തിലാണ് ഉള്ളത്. 5 എണ്ണം എന്നും പറയാറുണ്ട് കേട്ടോ. സംഖ്യാപദ്ബന്ധ്, ക്രിയാപദ്ബന്ധ്, വിശേഷൺ പദ്ബന്ധ്, ക്രിയാവിശേഷൻ പദ്ബന്ധ്. പിന്നെ വെറും വിശേഷൺ പദ്ബന്ധും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, കുറേ സംഖ്യകൾ, കുറേ നൗൺസ് ഒരുമിച്ച് വരുമ്പോൾ സംഖ്യാപദ്ബന്ധ്, കുറേ ക്രിയകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ക്രിയാപദ്ബന്ധ്, വിശേഷണങ്ങൾ ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് വിശേഷൺ പദ്ബന്ധ്, ക്രിയാവിശേഷൻ ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ക്രിയാവിശേഷൻ പദ്ബന്ധ് എന്ന് പറയും. നെക്സ്റ്റ് വാക്യോं के रेखांकित पदबंधों का प्रकार बताइए. ഈ വാക്യങ്ങളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതിൻ്റെ പദ്ബന്ധ് ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്കി കൽപ്പനാമേ വഹ എക് അദ്ഭുത് സാഹസി യുവക് താ. അവളുടെ കൽപ്പനയിൽ അവൻ ഒരു അദ്ഭുതമായിട്ടുള്ള ധൈര്യവാനായിട്ടുള്ള സാഹസി യുവാവായിരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, അദ്ഭുത് സാഹസി. അപ്പോൾ അത് രണ്ടും എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, യുവക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെയുള്ള യുവാവായിരുന്നു, അദ്ഭുത് സാഹസി. അപ്പോൾ 2 വേർഡും എന്താണ്, വിശേഷിപ്പിക്കുന്നതാണ്. നമ്മൾ യുവക് എന്ന് പറയുന്നത് പിന്നെ നൗണാണ്, സംഖ്യയാണ്, സംഖ്യയെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ. അപ്പോൾ വിശേഷൺ പദ്ബന്ധാണത്.
അടുത്തത് തന്താരക്കോ മനോ കുച്ച് ഹോഷായ, തന്താരയ്ക്ക് ബോധം വന്ന പോലെ തോന്നി. അപ്പോൾ ഹോഷ് ആന എന്നുള്ളതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ക്രിയാപദബന്ധ്, ക്രിയയാണത്. പിന്നെ അടുത്തത് വഹ ഭാഗ ഭാഗ വഹ പഹുഞ്ചാത്ത, അവൻ ഓടി ഓടി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ പഹുഞ്ചന എന്നുള്ളതും ക്രിയയാണ്, പഹുഞ്ചന ജാത്ത എന്നൊക്കെ ഉള്ളതൊക്കെ ക്രിയയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഭാഗ ഭാഗ എന്നാണ്. അപ്പോൾ ഓടി ഓടി എത്തി, എങ്ങനെ എത്തി? ഓടി ഓടി എത്തി. അപ്പോൾ ആ എത്തിയതിനെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്, അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷൻ പദബന്ധം. ഭാഗ എന്നത് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് തന്താരാക്കി തൽവാർ ഏക് വിലക്ഷൺ രഹസ്യത്തി, തന്താരയുടെ വാള് ഒരു വിലക്ഷൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ എന്നൊക്കെ പറയില്ലേ, ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള, സൂപ്പർ, അങ്ങനെയുള്ള ഒരു രഹസ്യമായിരുന്നു. അപ്പോൾ വിലക്ഷൺ, രഹസ്യം, ഈ രണ്ട് വാക്കുകളും എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആ വാളിനെ, തൽവാറിനെ. കേസാ തൽവാർ ഥ, വിലക്ഷൺ, രഹസ്യം. അപ്പോൾ ആ രണ്ട് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് തൽവാറിനെ കുറിച്ച് പറയാൻ. നമുക്ക് രണ്ടും തൽവാറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വിശേഷണാണ്, അപ്പോൾ വിശേഷൺ പദബന്ധ്. അടുത്തത് ഉസ്കി വ്യാകുൽ ആങ്കെ വാമീരോക്കോ ഢൂണ്ട്നെമേ വ്യസ്തുതി, അവളുടെ വ്യാകുലമായിട്ടുള്ള കണ്ണുകൾ വാമീരോവിനെ തിരയുന്നതിൽ ബിസിയായിരുന്നു. വ്യസ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായിരുന്നു. അപ്പോൾ വ്യാകുൽ ആങ്കെ, ആങ്കെ എന്ന് വെച്ചാൽ കണ്ണുകൾ. അപ്പോൾ വ്യാകുൽ ആങ്കെ എങ്ങനെയുള്ള കണ്ണുകളാണ്? വ്യാകുലമായിട്ടുള്ള കണ്ണുകൾ. അപ്പോൾ ഇവിടെയും വിശേഷിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അതായത് വിശേഷൺ പദബന്ധാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.